ഹലോ തേർഡ് ഇയേഴ്സ്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഡിസ്റ്റർബൻസ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതായത് ഡിസ്റ്റർബൻസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയിൽ കാണിക്കുന്ന ഡിസോർഡർ, അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസോർഡർ എന്നൊക്കെ പറയുന്നതാണ് ഡിസോർഡർ ഓഫ് ഇൻ്റലിജൻസ്. അത് നമ്മൾ സൈക്യാട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിക്ക് എത്രമാത്രം അബ്നോർമാലിറ്റി അവർ കാണിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഇതിനെ രണ്ടായിട്ടാണ് മെയിൻലി തിരിച്ചിരിക്കുന്നത്. ഒന്ന് സബ്നോർമൽ ഇൻ്റലിജൻസ്, പിന്നെ രണ്ടാമത് ഇൻ്റലക്ച്വൽ ഡിറ്റീരിയറേഷൻ. ഈ സബ്നോർമൽ ഇൻ്റലിജൻസ് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് വാട്ട് ഈസ് ഇൻ്റലിജൻസ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ സൈക്കോളജി പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കുന്ന വാട്ട് ഈസ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിശക്തി എന്നാണ് ഇതിൽ നിന്ന് വിവക്ഷിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഉള്ള ബുദ്ധിശക്തിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിനൊരു മെഷറിങ് കാര്യമുണ്ട്. അതായത് നമുക്കറിയാം IQ എന്നൊക്കെ പറയും, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. ആ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റിൻ്റെ ബേസിസിലാണ് ഒരാൾക്ക് എത്രമാത്രം ബുദ്ധിശക്തി ഉണ്ടെന്ന് പറയാറുള്ളത്. ഈ IQ എന്ന് പറയുന്നത് നോർമൽ ഒരു വ്യക്തിക്ക് 100 ആണെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഒരു റേഞ്ച് കാണിക്കും. 90 to 110 എന്നൊക്കെ പറയും. അതിൻ്റെ ആവറേജ് എടുത്ത് 100 ആണ് ആവറേജ് ഇൻ്റലിജൻസ് എന്നാണ് വെയ്പ്പ്. മനസ്സിലായോ? അതിൽ താന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സബ്നോർമൽ ഇൻ്റലിജൻസ് ഉള്ളവരാന്ന് പറയും. മനസ്സിലായോ? സബ്നോർമാലിറ്റി അത് പല IQ എത്രമാത്രമാണോ അതനുസരിച്ച് ഓരോ വ്യക്തിയെയും വ്യത്യസ്തരായിട്ട് തിരിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡിസോർഡർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ ആദ്യത്തേത് സബ്നോർമൽ ഇൻ്റലിജൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നോർമലിൽ നിന്ന് കുറവായ ബുദ്ധിയുള്ളവരെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, സബ്നോർമൽ ഇൻ്റലിജൻസ്. അതിന് വേറെ പല പേരുണ്ട്. ഒരുപാട് കുറഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ച്ഡ്, അങ്ങനെയൊക്കെയുള്ള പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ അങ്ങനെയുള്ള മനോരോഗികളെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമാന്യമുള്ള ആൾക്കാരെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങൾ ഡിസോർഡർ ഓഫ് ഇൻ്റലിജൻസ് ഒരു സിംറ്റമറ്റോളജി ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ഇപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ സിംറ്റമറ്റോളജി ഓഫ് മെൻ്റൽ പേഷ്യൻ്റ്. അപ്പം രണ്ടാമത്തെ ഞാൻ ഇൻ്റലക്ച്വൽ ഡിറ്റീരിയറേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ബുദ്ധിമാന്യമല്ല, അവർ ജനിച്ചപ്പോൾ നോർമലായിട്ട് ബുദ്ധി ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ കുറേ നാളുകൾ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ബുദ്ധി പിന്നെ ഡിറ്റീരിയറേറ്റ് ചെയ്തു പോവുക, കുറഞ്ഞു പോവുക, നശിച്ചു പോവുക. അതൊക്കെയാണ് ഈ ഇൻ്റലക്ച്വൽ ഡിറ്റീരിയറേഷനിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഡിസോർഡർ ഓഫ് ഇൻ്റലിജൻസ് അത് ഡീറ്റെയിൽഡായിട്ട് ഇപ്പം ഞാനൊന്ന് പറയാം, പക്ഷേ ലേറ്റർ ഓൺ നിങ്ങളത് പ്രത്യേകം മെൻ്റൽ റിട്ടാർഡേഷനിലൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും.